അമ്മ പറഞ്ഞു തരുന്ന കാര്യങ്ങളും അതുമൊക്കെ കേൾക്കുന്നല്ലാതെ പെർഫോമൻസ് എല്ലാം മിനി ചേച്ചി, കൽപ്പന ചേച്ചി എന്ന് അമ്മ പഠിപ്പിച്ചു കൊടുക്കുന്നു അത് അതിൻ്റെ 10,000 ഇരട്ടിയായിട്ട് ചെയ്ത് ഫസ്റ്റ് പ്രൈസും കൊണ്ടേ വരൂ വീട്ടിൽ. സ്കൂളിലെ എല്ലാ കലാപരിപാടികളിലും എല്ലാത്തിലും ഞാനിതൊന്നിലും പങ്കെടുക്കത്തില്ല. അമ്മയുടെ മുമ്പിലുള്ള ആ ഒരു ഇട്ടാവട്ടത്തുള്ള പെർഫോമൻസേ ഉള്ളൂ. അത് കഴിഞ്ഞ് സ്റ്റേജിലോട്ട് കയറി കർട്ടൻ ഇതായി ആൾക്കാരെ കൈയടിക്കുക എന്നാലും ചെയ്ത് കഴിഞ്ഞാൽ അപ്പോഴേ ബോധം കെട്ട് വീഴുക. ഇതായിരുന്നു പരിപാടി. അപ്പോഴേ പിന്നൊരു സെക്കൻഡ് ഗ്യാപ്പില്ല. അത്രയ്ക്ക് അങ്ങനെ ആയിരുന്നല്ലേ? ഒരു സ്റ്റേജ് ഫിയർ ഒക്കെ ഉണ്ടായിരുന്നല്ലേ? ഭീകരമായിട്ട് ആൾക്കൂട്ടം കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ വേർത്ത് അപ്പം തന്നെ ഇത് ചെയ്ത് അപ്പം തന്നെ. അതുകൊണ്ട് എൻ്റെ ക്രൗഡുള്ള സ്ഥലത്ത് കൊണ്ടുപോകത്തില്ലായിരുന്നു. വളരെ അങ്ങനെയുള്ള ചില സംഗതികളൊക്കെ അതൊക്കെ എനിക്ക് തോന്നുന്നു ഭാവിയിൽ ഒരുപാട് ക്രൗഡിനെ ഫേസ് ചെയ്യേണ്ട ഒരാളാവണമെന്ന് ഒന്നും നമ്മൾ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടില്ല. അതൊക്കെ എനിക്ക് തോന്നുന്നു ഇപ്പം കൽപ്പന ചേച്ചിയൊക്കെ സപ്പോർട്ട് ചെയ്ത് അതൊക്കെ കണ്ടായിരിക്കും പിന്നെ ആ ഒരു ഇതൊക്കെ മാറിയതും. ഞാൻ ആർട്ടിസ്റ്റായിട്ട് വന്നത് യാദൃശ്യമായിട്ടാണ്. പിന്നെ സിനിമയിൽ വന്ന കാലത്ത് ഞാൻ ഒരുപാട് ഗൗരവക്കാരിയായിരുന്നു. ഇപ്പോഴത്തെ ഞാൻ എന്ന് പറയുന്നത് സിനിമ ഉണ്ടാക്കിയെടുത്ത ഒരു റഷ്യയാണ്. അപ്പം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നതെല്ലാം പുറത്തു വന്നതും സിനിമയിൽ കൂടെയാണ്. തീർച്ചയായിട്ടും. അല്ലെങ്കിൽ ഞാൻ എനിക്ക് പോലും എന്നെ ഇഷ്ടപ്പെടാത്ത രീതിയിലുള്ള ഒരു ഇൻട്രോവേർട്ടായിട്ട് മാറിയെന്നെ ഇല്ലായിരുന്നെങ്കിൽ. തീർച്ചയായിട്ടും. ശിവേട്ട അതുപോലെ തന്നെ ഋഷേച്ചി ഇപ്പം നിങ്ങളുടെ ലൈഫിൽ ഇതുപോലെ ഒരു ഫൺ അല്ലെങ്കിൽ മനുഷ്യർക്ക് പല മൂഡുകളുണ്ടാകും, പല രീതിയിൽ പല ഇതായി, എന്നാലും കൂടുതലും എങ്ങനെയാണ് ഋഷേച്ചി ഇതേപോലെ ഒരു എപ്പോഴും ഈ വിറ്റൊക്കെ അടിച്ച് ഇരിക്കുന്ന ആളാണോ? അല്ല, അത് പിന്നെ പറഞ്ഞില്ലേ നമ്മുടെ ജീവിതത്തിൽ ഈ ഫൺ ഉണ്ടാക്കുന്ന ഒരു പരിപാടി ഇല്ലല്ലോ. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മനോവ്യാപരം വെച്ചാണല്ലോ ഫണ്ണെല്ലാം ഉണ്ടാവും. അതെ അതെ. നമ്മുടെ എക്സ്പ്രഷൻസ് കാര്യങ്ങൾ അത് നമ്മൾ വളരെ ഒരു സാധാ കുടുംബക്കാരെന്നുള്ളതേ ഉള്ളൂ. പിന്നെ വേണമെങ്കിൽ പഴങ്കഞ്ഞി കുടിച്ചിട്ട് ഫ്രൈഡ് റൈസ് എന്നൊന്ന് വേണേ പറയാം. ഞങ്ങൾ ഭയങ്കര ഞാൻ രാവിലെ ഒരു കോമഡി പറയുമ്പോഴത്തേക്ക് അവള് 2-3 ഹാ 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 വെക്കും ഒക്കെ പറയാം. ഒന്നുമല്ല, ഞങ്ങൾ സാധാരണ ഒരു ലൈഫ്. അതും മാക്സിമം. പക്ഷെ ഞങ്ങൾ എല്ലാവരും കൂടെയുള്ള സദസ്സുകളിലെല്ലാം അത് ആരെങ്കിലും അമ്മ ചേച്ചിമാരും ഞങ്ങളുടെ എല്ലാവരുടെയും സദസ്സുകളിൽ, അതുപോലെ ചേട്ടൻ്റെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഫ്രണ്ട്സും വീട്ടുകാരും ഒക്കെ ആണെങ്കിലും അങ്ങേയറ്റം അങ്ങനെയുള്ള സംസാരങ്ങളല്ലാതെ ഒരുപാട് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും ഇതൊന്നും അങ്ങനൊന്നും. അത് അങ്ങനെയാണ് ചർച്ച. സത്യമാണ്. നമ്മൾ ഈ എല്ലാ തലത്തിലുള്ളവരുണ്ട്. അവളുടെ വീട്ടിലും എൻ്റെ വീട്ടിലും ഉണ്ട്. നമ്മൾ എത്യോപ്യയുടെ സാമ്പത്തിക തകർച്ചയെ കുറിച്ച് നമുക്കൊരു 5 മിനിറ്റ് സംസാരിച്ചാലോ അങ്ങനെയൊന്നുമില്ല. ഞങ്ങൾ നമ്മുടെ കാര്യം ഇതാണ് ഞങ്ങൾ. ശരിയാ. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ശിവേട്ടൻ ഭയങ്കര സംസാരിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ഒരു വ്യക്തിയാണ് അല്ലേ? ആസ്വദിച്ചും സംസാരിക്കാനും അത് ലിസൺ ചെയ്യാനും ആഗ്രഹമുള്ള ഒരു വ്യക്തിയാണ് എന്നെനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അല്ലേ? അതുകൊണ്ടാണല്ലോ നമ്മളെ നിന്നൊക്കെ സിനിമയൊക്കെ വരുന്നത്. നമ്മൾ ഓരോരുത്തരെയും പഠിക്കുകയാണ്. നമ്മൾ പറഞ്ഞില്ലേ ഓരോരുത്തരെയും നമ്മൾ പഠിക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ കൊള്ളാവുന്നവരുമായിട്ട് സംസാരിക്കണം. പ്രേക്ഷകനുണ്ടെങ്കിലേ നമ്മൾ സംസാരിക്കാൻ നിൽക്കാം. ഞാൻ നിങ്ങളൊക്കെ നിങ്ങളുടെ മുഖത്ത് നോക്കണം, നിങ്ങൾ ഇൻട്രസ്റ്റിംഗ് ആണെന്ന് തോന്നുന്നു. തിരിച്ചിങ്ങോട്ടും നമ്മളൊരു ഇന്റർവ്യൂ ചെയ്യുമ്പോഴും അത് തന്നെ. ഇവർ ഇറിറ്റേറ്റഡ് ആണെന്ന് പ്രത്യേകം ഒരു ഇന്റർവ്യൂ ചെയ്യുന്ന ആൾ ശ്രദ്ധിക്കണം. തീർച്ചയായിട്ടും. നമ്മളിപ്പോൾ നടക്കുന്നത് കമ്മ്യൂണിക്കേഷനാണ്. അപ്പോൾ അത് ക്യാമറ എടുക്കുന്നു, അത് 10 പേര് കാണുന്നു. അല്ലാതെ പിന്നെ നമ്മുടെ സിനിമയായിട്ടോ അല്ലെങ്കിൽ ചോദ്യങ്ങളും ഒരു ആ സിംപ്ലിസിറ്റി നമ്മൾ എന്താണ് നമ്മൾ ആഗ്രഹിക്കുന്ന ക്വസ്റ്റ്യൻ നിങ്ങളിൽ നിന്ന് വരണം. അതെ, എന്നാലും അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ ഫ്ലോ ആയിട്ട് സംഭവിക്കുന്നു. ഇപ്പോഴത്തെ പിള്ളേരെല്ലാം വളരെ സെൻസിബിളാണ്. വളരെ വളരെ അപൂർവം പേരേ ഉള്ളൂ ചിലപ്പോൾ അബദ്ധവശാൽ ചിലത് മാറിപ്പോകുന്നു. അല്ലാതെ ഒരുവിധം മീഡിയ എല്ലാവരും ഈ തമാശയ്ക്കൊരു കുഴപ്പമുണ്ട്. ഈ നമ്മളെ അറിഞ്ഞുകൂടാത്തവരോട് പറഞ്ഞുകൂടാ. അത് കാരണം അസ്ഥാനത്താവും, തെറ്റിദ്ധരിക്കും, അവരെങ്ങനെ എടുക്കുമെന്ന് അവരതിനെ വളരെ ഗൗരവത്തിൽ എന്നെ കളിയാക്കി എന്നൊക്കെ ആക്കും. അപ്പം അങ്ങനെ പറ്റും നമ്മളെല്ലാവർക്കും. അത് കുറ്റങ്ങൾ കണ്ടെത്താനും ഇങ്ങനെ സംശയത്തിന്റെ കണ്ണുകളിൽ നോക്കുന്നവർ കൊണ്ടാണ്. 1 മിനിറ്റ് ഒരാളുമായിട്ട് സംസാരിക്കുമ്പോൾ ഇവൻ ആരാണെന്ന് സാധാരണ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവും. ഏകദേശം ഒരു ഐഡിയ കിട്ടും. അപ്പോൾ പിന്നെ കുറ്റം പറയുന്ന എന്തു വേണേലും കുറ്റം പറയാം. ഇപ്പം നമ്മളെ ഇൻ്റർവ്യൂ ചെയ്യാൻ വന്ന ശംഭുവിനെ പോസിറ്റീവായിട്ട് തന്നെ എടുക്കാം, വേണേ നെഗറ്റീവായിട്ട് തീർച്ചയായിട്ടും എടുക്കാം. അതെ, എൻ്റെ സ്വഭാവം അതാണ്. ഞാൻ നെഗറ്റീവ് കണ്ടാൽ കൂടെ പറയും, അനിയ ഇന്നതാ. അത് ചിലപ്പം മറയ്ക്കേണ്ടത്, ചിലർ പറയും നമ്മൾ മറയ്ക്കണം. ചിലപ്പോൾ നമ്മളെ കൊണ്ട് പറ്റില്ല. നമ്മുടെ സ്വഭാവം പെട്ടെന്ന് പുറത്തു വരും. സ്ട്രെയിറ്റ് ആയിട്ട് കാര്യങ്ങൾ വരുന്നത് കൊണ്ടാണ്. പിന്നെ ഒരുപാട് സംസാരിക്കുന്ന അവർ ഇപ്പം ഞാനെന്ന് പറയാം, നമുക്ക് ഇപ്പോൾ എന്തെങ്കിലും ഒരു കലാരൂപം കയ്യിലുള്ളവൻ, എഴുത്ത്, വയലിൻ, ഇതൊക്കെ നമുക്ക് ടെൻഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ അത് ചെയ്താൽ
പിന്നെ നമ്മുടെ ടെൻഷൻ കുറയുമെന്ന് പറയും. നല്ല നമ്മൾ പഠിച്ച് IAS എഴുതാൻ പോവാണ്, നമ്മൾ വയലിനറിയാം, രാത്രി പഠിച്ച് ടെൻഷനാകുമ്പോൾ ഒരു അരമണിക്കൂർ വയലും വായിക്കുന്ന ടെൻഷൻ. അതേപോലെ നമുക്ക് ഇപ്പം എൻ്റെ ഒരു കലാരൂപമാണ് സംസാരം എന്ന് വെച്ചു, റിലാക്സ് ആവും. പക്ഷേ ബോറനാവരുത്. നമ്മൾ ഇഷ്ടപ്പെട്ട വിഷയങ്ങൾ സംസാരിക്കുക, അത് നമുക്ക് പെട്ടെന്ന് കിട്ടണം. എങ്കിലും ഒരു സിംഗാല വേറെ കാര്യമുണ്ട്. ശംഭു ഒരിക്കലും പറയത്തില്ലല്ലോ, മനസാക്ഷിയോട് ചോദിച്ചിട്ട് ശംഭു പറയും അവിടെ ചെന്നിട്ട്, ഇടേ ഉർവശിയുടെ ഹസ്ബൻഡ് വലിയ മസിലാടേ, ഇയാൾ ഇങ്ങനെ തെക്കോട്ടും വടക്കോട്ടും ഏതാണ്ട് വലിയ CI നടക്കുന്നത് പോലെ നടക്കുന്നുണ്ട്, എന്താ കാര്യം എന്നൊക്കെ ഇങ്ങനെ നടക്കുന്നു, അങ്ങനെയല്ലേ പറയും ശംഭു. ഇത് ശംഭുവിന് പറയാൻ തോന്നുന്നു. ഒരാൾ ചോദിച്ചാൽ ഒരാൾ പറയുകയാണ്, ശംഭുവിൻ്റെ എനിക്ക് പറയുകയാണ്, ഇടേ ഈ ഉർവശിയുടെ ഭർത്താവ് ഇത്തിരി വലിയ ഗമയൊക്കെയാന്ന് തോന്നുന്നു അല്ലേ, ആര് പറഞ്ഞു, ഇയാൾ അടി ഉണ്ടാക്കത്തില്ലേ? അല്ല അത് ഞാൻ അവള് സിനിമയ്ക്ക് നമ്മുടെ ഒരു ഡെവലപ്മെൻറ്റിൻ്റെ മുഖ്യ കാരണം പറഞ്ഞല്ലേ ഉർവശിയാണ്. ഞാൻ അവളെ എന്നാണ് വിളിക്കുന്നത്, ഈ ന്യൂസിലും അത് തന്നെ, ഞങ്ങൾ അങ്ങനെയൊക്കെയാണ് വിളിക്കുന്നത്. അതല്ലാതെ ഒരു ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് ഇല്ലേ ഒരു ഭാഷ ഉണ്ടാക്കുക, എൻ്റെ കാലമൊക്കെ പോയി. അതൊക്കെ എല്ലാവർക്കും മനസ്സിലാവും വെറുതെ. പിന്നെന്താ പറഞ്ഞാൽ നമ്മൾ എല്ലാവരും എന്തെങ്കിലും സംസാരിക്കുന്നതെല്ലാം വിവാദമാവുന്നൊരു കാലം സെൻസിറ്റീവ് ആയിക്കൊണ്ടിരിക്കുകയാണ് പറഞ്ഞത്. വളരെ സെൻസിറ്റീവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് തോന്നുന്നു പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നാൽ ഇപ്പോൾ ഈയിടെയായിട്ട് ആലോചിക്കുന്നത്, എന്തെങ്കിലും ഇതാ പറഞ്ഞതിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ നമ്മൾ ആലോചിക്കണോ, അങ്ങനെയൊക്കെ തോന്നും. കാരണം ഏത് വാക്കാണ് ദുർവ്യാഖ്യാനം ചെയ്യാൻ എളുപ്പമല്ലേ. ഇപ്പം പണ്ട് ഒരു പഴയ കാലാക്കൽ കുമാരൻ എന്ന് പറഞ്ഞൊരു നാടക സംവിധായകനെക്കുറിച്ച് എൻ്റെ അമ്മ പറയും, അച്ഛനും പറയും, അവരൊക്കെ വലിയ ഫ്രണ്ടാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നാടകത്തിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഒരാൾ നടന്ന് ഒരു സ്ക്രിപ്റ്റ്, ഇത് സത്യസന്ധമായ ഒരു കാര്യം ഞാൻ സ്ക്രിപ്റ്റ് ആക്കി പറയാം കേട്ടോ. ഒരാളിങ്ങനെ നടന്നു പോകുന്നു, അപ്പോൾ പരിചയക്കാരൻ്റെ മകൻ വന്നു. അപ്പോൾ ഇയാൾ ആ മോനെക്കുറിച്ച് അച്ഛൻ്റെ അടുത്ത് പോയി, കുറച്ച് കുഴപ്പം വഴി നടക്കുന്നതാണ് എന്ന് പറഞ്ഞ് അച്ഛൻ്റെയും തല്ല് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം വന്ന ആളിന് ഈ അച്ഛൻ്റെ കൂട്ടുകാരനെ വലിയ താല്പര്യമില്ല. ഇയാൾ വഴിയിൽ നമ്മൾ കാണിക്കുന്നതൊക്കെ അച്ഛൻ്റെ അടുത്ത് പോയി പറയും, നമസ്കാരം മാമ, അങ്ങനെ അങ്ങ് പോയി. അങ്ങ് വാടേ, അങ്ങനെ എടുത്തിൻ്റെ അച്ഛൻ എങ്ങനെ ഇരിക്കുന്നു, സുഖമായിട്ടിരിക്കുന്നോ? എന്നാൽ തിരക്കിന്ന് പറയണം കേട്ടോ, എനിക്ക് ഒന്ന് കാണണവനെ കേട്ടോ, ശരി. ഈ മോൻ ചെന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറയും, ഇയാൾക്കിട്ടൊരു പണി കൊടുക്കണ്ടു. അച്ഛൻ എങ്ങനെ ഉണ്ടറാ, ആ ടോണിൻ്റെ വ്യത്യാസം കണ്ടോ? ഒറ്റ വാക്കാണ്, അവനെനിക്കൊന്ന് കാണണം കേട്ടോ, നീ പോയി പറഞ്ഞാരേ. എന്നാലോചിച്ചേ, ഒരാൾ സംസാരിക്കുന്നതിനെ ദുർവ്യാഖ്യാനം ചെയ്യാൻ എത്ര എളുപ്പമാണെന്നുള്ളൊരു ഉദാഹരണമാണ് ഞാനീ പറയുന്നത്. ഒരേ കാര്യമാണ് പറഞ്ഞത്, ആ വാക്കുകളൊന്നും മാറ്റിയിട്ടില്ല. അപ്പോൾ ഇയാൾ പോയി ചൂടാ, എന്താണോ എന്നെ കാണണമെന്ന് പറഞ്ഞേ, ചേട്ടാ ഞാൻ പറഞ്ഞു എന്നെ കാണണമെന്ന് പറഞ്ഞോ, കാണണമെന്ന് പറഞ്ഞു. നീ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. അപ്പം നീ ചോദിച്ചത് തന്നെയാണല്ലേ, മതിയല്ലോ, രണ്ടാത്മമിത്രങ്ങളെ തെറ്റിക്കാൻ. നീ അങ്ങനെ എൻ്റെ മോൻ്റെ അടുത്ത് ചോദിക്കാറായോ? എന്നാൽ കാണാവിടാ, നീ വിളിച്ചാൽ മതി, എവിടെ കാണണമെന്ന് വെച്ചാൽ അവിടെ വെച്ച് നമ്മളിപ്പോൾ കാണാം, തെറ്റി തീർന്നു. അപ്പോൾ ഇതാണ് ഇപ്പം പലതിലും നടക്കുന്നത്, ദുർവ്യാഖ്യാനം ചെയ്യപ്പെടുക.